നിങ്ങൾക്കൊരു പലചരക്ക് കടയുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം നിങ്ങൾ 5000 രൂപ വരെ വിലയുള്ള പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്നു. പക്ഷേ നിങ്ങളുടെ വരുമാനം അവിടെ അവസാനിക്കുന്നില്ല. ഇവിടെയാണ് നെറ്റ് പ്രോഫിറ്റിന്റെയും ഗ്രോസ് പ്രോഫിറ്റിന്റെയും ഇമ്പോർട്ടൻസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ 30,000 രൂപയുടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങി. വാടക, വൈദ്യുതി, ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്കായി 5000 രൂപ നിങ്ങൾ മാറ്റിവെച്ചു. ഇനി മൊത്തം ലാഭം എന്താണെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 50,000 രൂപയുടെ സാധനങ്ങൾ വിൽക്കുകയും 30,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 20,000 രൂപ പ്രോഫിറ്റ് ആയി ലഭിക്കുന്നു. അതായത് വാടക, ശമ്പളം, കറണ്ട് ബിൽ തുടങ്ങിയ ബിസിനസ് ചിലവുകൾ കൂട്ടാതെയാണ് ഈ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇനി എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓൾ അതർ എക്സ്പെൻസ്. അതായത് നമുക്ക് ലഭിച്ച 20,000 പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ചിലവുകളുടെ ആ 5000 രൂപ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് നമുക്ക് ലഭിച്ച ലാഭം. അതായത് 15,000 രൂപയാണ് നിങ്ങളുടെ യഥാർത്ഥ ലാഭം. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ഉൽപ്പന്ന വില നിർണ്ണയം എത്രത്തോളം ലാഭകരമായാണ് പോകുന്നതെന്ന് ഗ്രോസ് പ്രോഫിറ്റിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നെറ്റ് പ്രോഫിറ്റിലൂടെ നിങ്ങളുടെ ബിസിനസിന്റെ യാഥാർത്ഥ്യ സാമ്പത്തിക കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ബിസിനസ് ഉടമകൾ, ബാങ്കുകൾ, സംരംഭകർ എന്നിവരെല്ലാം ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്താണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ലാഭകരമായ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. Bosswala. Be the boss.